നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് ഇത്. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണിത്. അപ്പോൾ നമ്മൾ നോക്കുക ഓവറോൾ എനർജി, പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എങ്ങനെ സ്വഭാവമുള്ള ആളാണ്. മൂന്നാമത്തത് എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയത്, പിന്നെ ഇപ്പോൾ എന്താണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത്, ഇതാണ്. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോവാം. എൻ്റെ പൂസക്കുട്ടി സിൽക്കി ഇവിടെ കിടക്കുന്നുണ്ട്. അതൊന്നും എടുക്കാൻ പാടില്ല. അവിടെ ഇന്നെ കൊള്ളില്ലാത്ത സ്വഭാവം അവിടെ ഇന്നെ കുട്ടി അവിടെ ഇന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ, അവിടെ ഉണ്ടോ. അപ്പോൾ ഞാൻ റീഡിങ്ങിലേക്ക് പോവാണ്. ഇതിനെക്കൊണ്ട് ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് കേട്ടോ. ഭവാനി ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഞാൻ തല്ലിക്കൊല്ലും. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നവനാണ്, ഡീസൻ്റ് ആയിരുന്നു. ഇപ്പം എന്താണ്, ഇന്നെന്താ പറ്റിയാവോ. ഭഗവാനേ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കുഞ്ഞാ തട്ടിയിടരുതൊന്നും. ഓം നമഃ ശിവായ. ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇനി കാർഡ്സ് ഓക്കെ, 3 കാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കാർഡ്, ഒന്നാമത്തെ കാർഡ് പറയുന്ന തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. അപ്പം നിങ്ങൾക്ക് ദൈവം തരുന്ന മെസ്സേജസ് ഒന്നും തിരിച്ചറിവുകളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ക്ലെൻസ് ചെയ്യണം. പിന്നെയുള്ളത് ഓം എന്നുള്ള മന്ത്രം ജപിക്കണമെന്ന് പറയുന്നത്. ഓം എന്നുള്ള മന്ത്രം തേർഡ് ഐ ചക്രയും മറ്റ് ചക്ര നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ചക്രാസും ഓപ്പൺ ചെയ്യാൻ സഹായിക്കും. കാരണം ഓം എന്നുള്ള ഈ ശബ്ദത്തിന് വൈബ്രേഷനാണത്, വളരെ സ്ട്രോങ് ആയ വൈബ്രേഷൻ. അപ്പം നമ്മളത് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലൊരു എനർജി പാസിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചക്രാസ് ബ്ലോക്ക് ഉള്ളതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് അഡിക്ഷനാണ്. അപ്പം നിങ്ങൾ എന്തിനോടോ അഡിക്ഷൻ, ചിലപ്പോൾ ഈ പേഴ്സണോട് അഡിക്റ്റഡ് ആയിരിക്കാം, റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അഡിക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഈ 3 കാർഡ്സാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് അബാൻഡൻ ചെയ്ത സിറ്റുവേഷൻ ആണോ, ഈ പേഴ്സൺ ഇറങ്ങിപ്പോയതാണോ, നിങ്ങൾ ഇറക്കി വിട്ടതാണോ, അതോ ഈ പേഴ്സണ് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉള്ളതാണോ. ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ. അതല്ലെങ്കിൽ ഇത് അബാൻഡൻ ചെയ്ത പോലത്തെ ഒരു കാർഡും കൂടിയാണ്. ചേഞ്ച് ആണ് പേഴ്സണൽ ലൈഫിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ. നമ്പർ 5 ചേഞ്ച് ആണ് കാണിക്കുന്നത്. ലവേഴ്സിനെ കാണിച്ചു, ഇവിടെ നോക്കാം നമുക്ക്. ട്വിൻ ഫ്ലെയിംസിനെ കാണിച്ചു. ഭഗവാനെ സ്ട്രെസ്സാണ് പക്ഷെ ഇപ്പോൾ കാണിക്കുന്നത്. സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്സിലാണ് ഈ പേഴ്സൺ. അപ്പോൾ എന്തോ ഫിനാൻഷ്യൽ എന്തോ വലിയ പ്രശ്നത്തിൽ ഈ പേഴ്സൺ പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റാത്ത പോലെ പല സ്ഥലത്തുനിന്ന് കെട്ടിയിട്ട പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. ഇവിടെ നൈറ്റ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വന്നേക്കുന്നത്. ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, എവിടെ നിന്നും പണം ഒപ്പിക്കാൻ പറ്റുന്നില്ല, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഈ സിറ്റുവേഷനിൽ നിന്ന് എന്നുള്ളൊരു തിരിച്ചറിവുമില്ല. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, അക്വേറിയസ്, ലിബ്ര, ജെമിനായി ഇതാണ് സോഡിയാക് സൈൻസ് ഇവിടെ വരുന്നത്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ്.
ചിൽക്കു അതിലേക്ക് നടന്ന് അതൊക്കെ തട്ടിയിടരുത്, ഇടിയുള്ളൂ കേട്ടാ. ചിൽക്കു മാറി 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 കുട്ടം മാറിയോട്. ചിൽക്കു ഇവിടെ ഇന്നല്ലേ? ചിൽക്കു ആക്കി ചേച്ചിയെ ഡിസ്ട്രാക്ട് ചെയ്ത് ഇറക്കി വിടും ഞാൻ കേട്ടാ. മൊത്തക്കണ്ണം വെച്ചിട്ട് നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം ഒരു എംപ്രസിനെ പോലെയാണ്. എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃത്വമുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ മീൻസ് ടേക്ക് കെയർ ചെയ്യണം എന്നൊരാഗ്രഹമുള്ള ഒരു എനർജിയാണ്. പക്ഷേ എംപ്രസ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിനിയാണ്. അപ്പോൾ ചക്രവർത്തിനിയാകുമ്പോൾ അവരുടെ ആ പവറിലാണ്, ആണായാലും പെണ്ണായാലും. ചിലപ്പോൾ ഇത് മാസ്കുലിൻ എനർജിയാണ്, പക്ഷേ ഒരു ഫീമെയിൽ ക്യാരക്ടർ കൂടുതലുള്ള ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും ഫീമെയിൽ ആയിരിക്കാം. അപ്പോൾ ഒരു ബിസിനസ് ഓണർ ആവാം. വീട്ടുകാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും എല്ലാം ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന കാര്യപ്രാപ്തിയുള്ള കുറച്ച് മെച്യൂർഡ് ആയ ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ എല്ലാവരുടെ കാര്യങ്ങളും നോക്കി നടത്തണം, എല്ലാവരെയും നല്ലതായിട്ട് മീൻസ് പരിപാലിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, ഇഷ്ടംപോലെ പണിക്കാരുള്ള, ഇഷ്ടംപോലെ പെറ്റ്സ് ഉള്ള, ഇഷ്ടംപോലെ സ്വത്തുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കാണിക്കുന്നത്. പിന്നെ നല്ലൊരു അമ്മയോ അച്ഛനോ ആണ് ഈ എനർജി. പിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കും, അല്ലാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന സ്വഭാവമല്ല. സ്വന്തമായ അഭിപ്രായമുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ ടോറസ്, ലീബ്ര, സോഡിയാക് സൈനിലുള്ള ഒരാളായിരിക്കാം. പിന്നെ ഇഷ്ടംപോലെ പണമുണ്ട്. പണം എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയുന്ന ഒരു എനർജിയാണ് പണം. അതുപോലെ തന്നെ നല്ല ലക്ഷറിയസ് ജീവിതം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ പണം ഉണ്ടെങ്കിലും അവർ ആഗ്രഹിക്കുന്ന അത്രയും ഒരു പണം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ദിവസത്തെ എക്സ്പെക്റ്റേഷൻ, ബിസിനസ് ആണെങ്കിൽ ഒരു ദിവസത്തെ പ്രോഫിറ്റ് ഇത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനകത്ത് 2 രൂപ കുറഞ്ഞാൽ പോലും ടെൻഷൻ വരുന്ന ഒരു എനർജിയാണിത്. എന്ന് വെച്ചാൽ ഇവരുടെ ലക്ഷറിയസ് ലൈഫിനും ഇവർ ഇവരെ പരിപാലിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ ഇവരെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ജോലി കൊടുത്തവരും ഇവർ ചാരിറ്റി ചെയ്യുന്നവരൊക്കെയാണ്. അതുപോലെ തന്നെ ഇവർ പല ഫാം ഹൗസൊക്കെ ഉള്ള ആളായിരിക്കാം കേട്ടോ. ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ ആ ഒരു ഇല്ലായ്മ ഒരു മനസ്സിലെ ഫീലിംഗ് ആയിരിക്കാം. അതുപോലെ ഒറ്റ മീൻസ് നമ്മളൊരു ഭയങ്കര സ്ട്രോങ് ആവുമ്പോൾ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകാനാണ്. കുറച്ച് എന്ന് വെച്ചാൽ സ്ട്രെങ്ത് കൂടും തോറും നമ്മൾക്ക് ധൈര്യം കൂടുക. നമ്മളുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ അത് പേഴ്സണൽ റിലേഷൻഷിപ്സിനെ ബാധിക്കാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ പൈസ കുറഞ്ഞതിൻ്റെ ഒരു സ്ട്രെസ് ഈ പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ഇഷ്ടംപോലെ പൈസയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ ക്യാരക്ടർ വേറൊരെണ്ണം കൂടി കാണുന്നുണ്ട്. ഫാദർ ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്, കിങ് ഓഫ് വാൻസ്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു എനർജിയാണ്. പക്ഷേ കുറച്ച് ചീറ്റിങ്ങും കുറച്ച് ഡിസെപ്ഷനൊക്കെ ഉള്ള, കള്ളത്തരമൊക്കെ ഉള്ള ഒരു എനർജിയാണ്. അതുപോലെ തേർഡ് പാർട്ടി കണക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കാത്ത, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്ന് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എനർജിയാണ്. ഒരു സ്ഥലത്തും ചെന്ന് സ്റ്റക്ക് ആവുന്ന എനർജി ഇഷ്ടമല്ല ഈ പേഴ്സണ്. എപ്പോഴും ലൈഫിൽ മൂവ്മെൻറ്റ് വേണം, പ്രോഗ്രസ് വേണം, എക്സൈറ്റ്മെൻറ്റ് വേണം, അഡ്വെഞ്ചർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണിത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പണത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഈ പേഴ്സൺ കുറച്ച് സ്ട്രെസ്ഫുള്ളാണ്. കുറച്ചൊരു സർപ്പത്തിൻ്റെ സ്വഭാവം. നമ്മൾ സർപ്പം എന്ന് പറയുമ്പോഴത്തേക്കും പാമ്പിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പം പാമ്പിൻ്റെ സ്വഭാവം ദുഷ്ടതയല്ല. ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ വിഷമുള്ള ജീവികൾക്ക് വിഷം ദൈവം എന്തിനാണ് കൊടുത്തേക്കുന്നത്? അവരുടെ അന്നത്തിന് വേണ്ടിയിട്ടാണ്. അവരെല്ലാം വിഷം കുത്തിവെച്ച് ജീവികളെ കൊന്നിട്ട് ഭക്ഷണം അവരങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ നേച്ചർ അതാണ്. അപ്പോൾ ആ നേച്ചറാണ്. നമ്മളുടെ വിചാരം പാമ്പ് ഓടി വന്ന് നമ്മളെ കൊത്തും, ഒന്നും ചെയ്യേണ്ട, അതിലെ പോയാൽ മതി, ഓടിച്ചിട്ട് കുത്തും, ഓർമ്മ വെച്ച് കുത്തും എന്നൊക്കെ നമ്മളോട്ട് പേടിപ്പിക്കും. ഇവിടെ കാരണം എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ നേച്ചർ അങ്ങനെയാണ്. ദൈവം അങ്ങനെയാണ് ഈ പേഴ്സണെ സൃഷ്ടിച്ചേക്കുന്നത്.
അപ്പോൾ ഈ പേഴ്സൺ കുറച്ച് വിഷമുള്ള ടൈപ്പ് ആളാണ്. മറ്റുള്ളവരെ തിരിച്ച് കൊത്തും, മീൻസ് ഉപദ്രവിച്ചാൽ കൊത്തും, അങ്ങനത്തെ സ്വഭാവമുള്ള ഒരാളാണ്. ക്ഷമ കുറവാണ്, മനസ്സിലാവുണ്ടോ? ചതിച്ചാൽ ഒരിക്കലും ക്ഷമിക്കില്ല, അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ കുറച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ, കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. എങ്ങനെയാണ് തേർഡ് പാർട്ടിയെ മീറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്നുവെച്ചാൽ ആ പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവമായിരിക്കാം, ഭയങ്കര ഇമോഷണൽ ആയ ഒരു ക്യാരക്ടറായിരിക്കാം, കുറച്ച് സ്വാർത്ഥതയുള്ള ഒരാളാണ്. മറ്റുള്ളവരെ സഹായിക്കില്ല എന്നല്ല, മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്ന സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ പണ്ടത്തെ ആളുകൾ പറയും പെട്ടെന്ന് കരയുന്ന ആണുങ്ങളെയും പെട്ടെന്ന് ചിരിക്കുന്ന പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ പാടില്ലാന്ന്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പോലെയാണ്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ സ്വഭാവം അതാണ്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ബേസിക് നമ്മളുടെ സ്വഭാവം എന്താണ്, അത് നമ്മളുടെ ഉള്ളിൽ കിടക്കും. അത് നമ്മൾ പ്രകോപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവം പുറത്ത് വരും ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനത്തെ ഒരു എനർജിയാണിത്. അപ്പോൾ എന്നാൽ സ്പിരിച്വൽ ആണ് താനും ഈ പേഴ്സൺ, കേട്ടോ. ദൈവഭയമൊക്കെ ഉള്ള ഒരു എനർജിയാണ്. തേർഡ് പാർട്ടി ആയിട്ടുള്ള എങ്ങനെയാണ് മീറ്റിംഗ് നടന്നത്? ക്യാൻസർ സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടി ചിലപ്പോൾ ക്യാൻസർ സോഡിയാക് സൈൻ ആയിരിക്കാം. തേർഡ് പാർട്ടി എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. തേർഡ് പാർട്ടി എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? മൂന്നാണ്. ചിലപ്പോൾ ഒരു എന്താ പറയുക, മിസ്റ്ററി, ഈ പേഴ്സണ് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അഡ്വഞ്ചറിൻ്റെ ആ സമയത്തായിരിക്കാം ഈ തേർഡ് പാർട്ടിയെ കണ്ടത്. രാത്രി സമയത്തായിരിക്കാം പരിചയപ്പെട്ടത്, യാത്ര പോകുമ്പോഴായിരിക്കാം പരിചയപ്പെട്ടത്. അതുപോലെ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പേഴ്സണ് തേർഡ് പാർട്ടി ഇഷ്ടമായിരിക്കും, തേർഡ് പാർട്ടിക്ക് ഈ പേഴ്സൺ ഇഷ്ടമാവണം എന്നില്ല. തേർഡ് പാർട്ടിയോട് ഈ പേഴ്സണ് ഭയങ്കരമായ അട്രാക്ഷൻ ഉണ്ടാവണം. അതുപോലെ ഇത് ഇല്യൂഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നുന്നതാണ് ഇല്യൂഷൻ. അപ്പോൾ യാത്ര പോയപ്പോൾ എന്തോ പരിചയപ്പെട്ടതാണ് തേർഡ് പാർട്ടിയെ, കേട്ടോ. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു ഹോളിഡേ റൊമാൻസ് ആയിരിക്കാം. തേർഡ് പാർട്ടിയെ പരിചയപ്പെട്ടു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് കണ്ടോ, ഹോളിഡേ റൊമാൻസ് ആണ്. ഇത് തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി ക്യാൻസർ സോഡിയാക് സൈൻ ആവാം ചിലപ്പോൾ. ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയ ഒരാളാണ്, പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ഒരു ഇതിൽ എപ്പോഴും കൂടെ ആൾ വേണം. ഒറ്റപ്പെടുക എന്ന് പറഞ്ഞ പേഴ്സണ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഒപ്പം യാത്ര ചെയ്തിരുന്ന ഒരാളായിരിക്കാം ഈ തേർഡ് പാർട്ടി, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ത്രീ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു മനപ്പൊരുത്തം ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒഫീഷ്യലി യാത്രയായിരുന്നിരിക്കാം. അപ്പോൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു കയറിയ ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രാൻസ്ഫർ കിട്ടിപ്പോയപ്പോൾ അവിടെ പരിചയത്തിൽ വന്ന ഒരു ആളായിരിക്കാം തേർഡ് പാർട്ടി. ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ അടുത്ത് ഇടപെടേണ്ടി വരുന്ന ഒരു എനർജി ആയിരിക്കാം ഈ തേർഡ് പാർട്ടി. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇവരുടെ സിറ്റുവേഷനിൽ നടക്കുന്നത്? ഇവിടെയാണ് നമ്മൾ നോക്കാം. ഇപ്പോൾ എന്താണ് നടക്കുന്നത് ഇവരുടെ ലൈഫിൽ? തേർഡ് പാർട്ടി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ ത്രീ ഓഫ് പെൻറ്റിക്കിൾസ് ഇപ്പോഴും അവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ആ ട്രാൻസ്ഫർ ചെയ്ത് പോയ ആ സ്ഥലത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇവർ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ സ്വയം പര്യാപ്തനായ ഒരു എനർജി ആയിരിക്കാം. ഇവരും ഏകദേശം നിങ്ങളുടെ പേഴ്സണെ പോലെ തന്നെയാണ്. ഇത് കിങ് ഓഫ് വോൺസും ഇത് ക്വീൻ ഓഫ് വോൺസും ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതാണ് ഈ 3 കാർഡ്സും വന്നേക്കുന്നത്. തേർഡ് പാർട്ടി അങ്ങനെ ഈ നിങ്ങളുടെ പേഴ്സൺ ഒഴിവാക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഫിനാൻഷ്യലി സപ്പോർട്ട് തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഇപ്പോൾ വഴക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഈ ഒരു എന്താ പറയുക, രണ്ടുപേരും ഒരേ സ്വഭാവമാകുമ്പോൾ എന്ത് വരും, രണ്ടുപേരും ഉഴപ്പാണെങ്കിൽ രണ്ടുപേർക്കും പല റിലേഷൻഷിപ്പ് ഉണ്ടാവും. പക്ഷെ ഇവർ രണ്ടുപേരും അത് റിലേഷൻഷിപ്പിലാകുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നം ഇവർ തമ്മിലുണ്ട്. ഇവർ പല പ്രാവശ്യം വഴക്കുണ്ടാകുന്നുണ്ട്, ഇവർ പിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഇപ്പോഴും സ്റ്റക്കാണ്, ഇവർക്ക് പിരിയാൻ പറ്റുന്നില്ല കേട്ടോ. ഇവർ ഫിനാൻഷ്യലി കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കുറേ പണത്തിൻ്റെ ഇടപാട് ഇവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ നല്ലോണം വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പല പ്രാവശ്യം ഇവർ ബ്രേക്കപ്പ് ആയതാണ്. പക്ഷേ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയാലും ഇവർ തമ്മിൽ തിരിച്ച് പിന്നെയും വരുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആയ കണക്ഷൻ, ഇവർ ഫ്രണ്ട്സും കൂടിയാണ്, മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞു പെരുമാറുന്ന രണ്ട് എനർജീസാണ് ഇവർ. പല പ്രാവശ്യം ഒരു ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ. പല പ്രാവശ്യം ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്, 8 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് സറണ്ടർ, ഹാങ് മാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ ഇവർ പിരിയാൻ നോക്കിയിട്ടും പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം പിരിയുന്നത്. ചിലപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ, നിങ്ങളുടെ പേഴ്സൺ വേറൊരാളുടെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതുപോലെ തേർഡ് പാർട്ടി ലൈഫിലും ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങൾ, പിന്നെ ഇവർ തമ്മിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ, അതെല്ലാം കൊണ്ട് ഇവർ പല പ്രാവശ്യം വഴക്കിട്ട് പിരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഒരു തരത്തിലും ഇത് സെപ്പറേറ്റഡ് ആവാൻ പറ്റുന്നില്ല. അവർ തമ്മിലൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്, ഫ്യൂച്ചർ എന്താണ് റിലേഷൻഷിപ്പിൻ്റെ, ഈ സിറ്റുവേഷൻ്റെ ഫ്യൂച്ചർ എന്താണ്? ഹാർട്ട് ബ്രേക്ക്, അബാൻഡൻമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ലായിരിക്കാം, രണ്ട് റിലേഷൻഷിപ്പിലും ചിലപ്പോൾ കുട്ടികളില്ലായിരിക്കാം. കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ പ്രാരാബ്ധം കൂടും രണ്ട് ഫാമിലിയിലും. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് വരുമ്പോൾ ആ സമയത്തെ ഇവർ തമ്മിലൊരു ബ്രേക്ക് ആവുള്ളൂ. കാരണം ആ സമയമാകുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ ഇവർക്ക് തമ്മിൽ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിലേക്കും തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലേക്കും റെസ്പോൺസിബിലിറ്റീസ് കൂടാൻ പോകുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് ഇവർ തമ്മിൽ ബ്രേക്ക് ആവേണ്ടി വരും. ഇവർ തമ്മിൽ വെച്ചാൽ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും കോൺടാക്റ്റ് ഉള്ളപ്പോഴാണ് അത് സ്ട്രോങ് ആവുക. കോൺടാക്റ്റ് പോകുമ്പോൾ അതുപോലെ ഒരു ട്രാൻസ്ഫർ വരാനും ചാൻസ് ഉണ്ട്, നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിക്കോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ കോൺടാക്റ്റ് വിട്ടു പോകുമ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കിലേക്ക് പോകും. ഇവരെപ്പോഴും കാണുന്നത് കൊണ്ടുള്ള കണക്ഷനാണിതെന്നാണ് പറയുന്നത്. സോൾമേറ്റ് കണക്ഷനും എന്ത് കണക്ഷൻ ആണെങ്കിലും നമ്മൾ കോൺടാക്റ്റ് വെക്കുമ്പോൾ മാത്രമേ ഈ റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഇപ്പം ഇംഗ്ലീഷിലൊരു പറയലുണ്ട് എന്നുവെച്ചാൽ ചില സമയത്ത് നമ്മളുടെ അകലെ നിൽക്കുമ്പോൾ നമ്മളുടെ ഹാർട്ട് കൂടുതൽ അടുക്കും നമ്മൾ തമ്മിൽ. ചില സമയത്ത് കണ്ണിന് മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ ആ പേഴ്സണെ മറന്നു പോകുമെന്ന് പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരും. ഇവരെന്ന് പറഞ്ഞാൽ കണ്ട് വിശ്വസിക്കുന്നവരാണ്, കാണുമ്പോൾ കൂടെ നിൽക്കുമ്പോഴുള്ള ആ ഒരു അട്രാക്ഷനാണ്. അകന്ന് പോകുമ്പോൾ രണ്ടുപേരും അത്ര ക്ഷമയില്ല. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇവർക്ക് പോസിബിൾ അല്ല രണ്ടുപേർക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, കണ്ണിങ്നെസ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഹൈ പ്രീസ്റ്റസ് വരുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാണ്. പിന്നെ ഒരു മാരേജ് പ്രശ്നമാകാൻ വഴിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ പേഴ്സൺ വളരെ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും, നിങ്ങൾ അത്രയും പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, മനസ്സിലായോ? അപ്പോൾ ഇതൊരു മാരേജിലേക്ക് പോകാൻ പറ്റില്ല, കാരണം രണ്ടുപേരും ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിംഗിൾ ആണെങ്കിൽ തന്നെ അവർ നിങ്ങളുടെ പേഴ്സണെ ഫോഴ്സ് ചെയ്താലും പേഴ്സൺ ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരു അബാൻഡൻമെൻറ്റിലേക്ക് പോകും. പിന്നെ ഇവിടെ കാണിക്കുന്നത് ഇവർ തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് സംശയം ജനിക്കും. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയെ ട്രാൻസ്ഫർ ആണെങ്കിലും ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കേണ്ടി വരില്ല വെക്കേഷൻ സമയത്തൊക്കെ.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊരു ഡൗട്ട് തേർഡ് പാർട്ടിയുടെ മനസ്സിൽ വരാൻ തുടങ്ങും. അവർക്ക് അസൂയ വരാൻ തുടങ്ങും. അത് പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വേറെ ആളെ അന്വേഷിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഇവിടെ ഒരു ഡിസെപ്ഷനാണ് ഉണ്ടാവാൻ പോകുന്നത്. ഡിസെപ്ഷൻ ഇവിടെ അത് ഒരു ഗ്രോത്തിലേക്ക് പോകും, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാത്രമേ പ്രയോറിറ്റീസ് കൂടുമ്പോൾ മാത്രമേ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സമയം അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മാറില്ല എന്ന് പറയും. ഇവരിപ്പോൾ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഉഴപ്പാണെങ്കിൽ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇഷ്ടംപോലെ ഉള്ള ആളുകളാണെങ്കിലും അവർ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഭയങ്കര അടുത്ത് പോയാലും പിന്നെ അവരുടെ ഉള്ളിലുള്ള സ്വഭാവം മാറില്ലല്ലോ. അപ്പോൾ അവർ കുറേ കഴിയുമ്പോൾ ഇവർ പിന്നെ ഇവിടെ നിന്നും ഈ പേഴ്സണെ പറ്റിക്കാൻ നോക്കും. ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരെ പറ്റിക്കുന്നത് ഭയങ്കര ഈസി ആവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. ജെമിനായി, ടോറസ്, ലീബ്ര, വെർഗോ, പൈസീസ്. ഇവിടെ പൈസീസ് സ്ട്രോങ് ആണ്. എടുക്കാം. പിന്നെയുള്ളത് ക്യാൻസർ സോഡിയാക് സൈൻ, ടോറസ്, ലീബ്ര. ഇത്രയുമാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിംഗ്. നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ ഓറക്കിൾ മെസ്സേജിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഭഗവാനെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. ഭഗവാനെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് കേട്ടോ. ഭഗവാനെ ശിവായ, ഓം നമഃ 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 ശിവായ. മൂന്ന് കാർഡ്സ് ഇവിടെ വീണിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് അഡിക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായ കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കര അഡിക്റ്റഡ് ആണ്. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി കുറവാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ശാന്തതയുണ്ട്. വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളത്തായിട്ട് ശാന്തതയാണ്. പക്ഷേ യൂണിവേഴ്സ് പറയുന്ന ഈ ശാന്തത കണ്ടിട്ട് നിങ്ങൾ എപ്പോഴും അലേർട്ടായിരിക്കണം. കാരണം പ്രശ്നങ്ങൾ ഇനിയും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ശാന്തത കാണുമ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ റിലാക്സ് ചെയ്യരുത്. ഇനിയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പിന്നത്തേക്ക് എന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ മാറ്റി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്താൽ അത് സക്സസ്ഫുൾ ആകും എന്നൊരു കാര്യവും പറയുന്നുണ്ട് കേട്ടോ. ഭഗവാനെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. 3 of Swords ആണ്. 3 of Swords എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രേക്കിലിരിക്കുകയാണ് ഈ പേഴ്സൺ. ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ പ്രവൃത്തികളോ അവരുടെ സംസാരമോ നമ്മളെ വേദനിപ്പിക്കുക, കുത്തി നോവിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരിയ വേദനയല്ലേ, അത് ഭയങ്കര വേദനയാണ്. ഇത് ഹൃദയത്തിലേക്ക് വാള് കുത്തി ഇറക്കിയ പോലത്തെ ഒരു വേദനയാണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷനാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള വേദനയാണെന്നാണ് പറയുന്നത്. 3 of Swords ആണിത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് അക്വാരിയസ്, ലീബ്ര, ജെമിനായി സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇവിടെ ഈ പേഴ്സൺ വളരെ നാളായിട്ട് ആഗ്രഹിക്കുന്ന
വളരെ ആഗ്രഹിച്ച് വളരെ സന്തോഷമുണ്ടായിരുന്ന വളരെ സംതൃപ്തി ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബ്രേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് വളരെ ക്രൂരമായിട്ട് സംസാരിക്കുന്നു. ക്രൂരത എന്ന് പറയാൻ പറ്റില്ല, അവർ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്ന ഒരു എനർജിയാണ്. സത്യം സത്യമായിട്ട് മുഖത്ത് നോക്കി പറയുന്ന ഒരു എനർജിയാണ്. നമ്മൾക്ക് എന്തും മറ്റൊരാളോട് പറയാം, നമ്മൾ പറയുന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ സമാധാനപരമായിട്ട് വളരെ സീരിയസ് ആയ വളരെ ക്രൂരമായ കാര്യം നമുക്ക് വളരെ സമാധാനമായിട്ട് നമുക്ക് മറ്റേയാളോട് പറയാം. അതേപോലെ തന്നെ പൊട്ടിത്തെറിച്ച് പറയാം, ദേഷ്യപ്പെട്ട് പറയാം, മനസ്സിലായോ? എങ്ങനെ വേണേൽ പാട്ട് പാടി പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ എനർജി വളരെ ഡയറക്റ്റായിട്ട് പറയും. അവർക്ക് എന്താ പഞ്ചാര വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല, ഒരു മുഖത്ത് നോക്കി കാര്യം പറയുന്ന എനർജിയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഹൃദയവേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആവശ്യത്തിൽ കൂടുതൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ടാവാം. ഈ എനർജി ഒരു മാരീഡ് ആയ കുട്ടികളുള്ള ഒരു എനർജി ആവാം. ഇത് ക്വീനാണ്. ക്വീൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡിവോഴ്സി ആയിരിക്കാം, ഭർത്താവ് മരിച്ച എനർജി ആയിരിക്കാം. എന്തായാലും നല്ല സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റി ആണിത്. ഓക്കെ, സിംഗിൾ ആവാനും വഴിയുണ്ട്. ബട്ട് സിംഗിളായിട്ട് വിവാഹം കഴിക്കണ്ടെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയും ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ, ഇത് സ്ത്രീ ആവാം പുരുഷനാവാം, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇവരിൽ നിന്ന് വളരെ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അവരത്രയും കൊടുക്കാൻ റെഡി അല്ലായിരിക്കാം. എന്തായാലും നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ്? സിൽക്കി അവിടെ ജനലിൻ്റെ അവിടെ പോയി കിടക്കുന്നുണ്ട്. അത് ഭയങ്കര നെഞ്ചിന് കനവായിപ്പോയി. ഞാൻ ആ പറഞ്ഞ വാക്കുകൾ അതും ഓപ്പണായിട്ട് യൂട്യൂബിൽ പറഞ്ഞില്ലേ, അത് നല്ല സഹിക്കാൻ പറ്റുന്നില്ല. വളരെ സെൻസിറ്റീവാണ് അവൻ. അത് പോയി കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഉറങ്ങുക പാവം. ഭഗവാനേ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ത് തരം സ്വഭാവമുള്ള ആളാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്ത് തരം സ്വഭാവമുള്ള ആളാണ്? വളരെ സഹകരണത്തോടു കൂടി പോകുന്ന, ചില സമയത്ത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മളെല്ലാവരോടും സഹകരണത്തോടു കൂടി പോകുമ്പോൾ നമ്മളൊരു ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. നമുക്ക് എല്ലാവരോടും സഹകരണത്തോടെ പോകാൻ പറ്റില്ല. ചിലരോടെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഈ പേഴ്സൺ എല്ലാവരെയും ഒരു കസ്റ്റമറെ പോലെയാണ് കാണുന്നത്. എല്ലാവരോടും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകുന്ന, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. എല്ലാവരോടും സഹകരണം ഉള്ളൊരു, പോരാത്തതിന് 3 ഓഫ് പെൻറ്റക്കിൾസ്. 3 എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ, അപ്പോൾ ഒരു മൂന്നാമതൊരാൾ ഇവിടെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പിന്നെ ടീം വർക്കിൽ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാൽ ടീം വർക്കിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ജോലികൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജി. ആ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മടിയായ ഒരാളായിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റില്ല നീ ചെയ്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരും. അതല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം ഡെലിഗേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ഈ ഭാരം എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളെയും കൂടെ ഞാൻ ഷെയർ ചെയ്യാണ്, നിങ്ങളും കൂടെ എന്നെ സഹായിക്കണം എന്നൊരു സിറ്റുവേഷൻ വരും. ഈ ടീം വർക്കിൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൻ്റെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വളരെ കഴിവുള്ള, വളരെ പ്രശസ്തിയുള്ള ഒരു ഡോക്ടർ ആവാം, എൻജിനീയർ ആവാം, ഒരു പ്ലംബർ ആവാം, ഒരു ആശാരി ആവാം. എല്ലാ ജോലിയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ എന്തുമാവാം, പ്രശസ്തി. നമ്മൾ ജോലിയിൽ എത്ര പാഷനറ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ഈ ജോലിയിൽ എത്ര ഇൻവോൾവ് ആണ്, ഇതാണ് നമ്മളെ ജോലി നമുക്ക് ഉയർച്ച തരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോഴല്ല, ഈ പേഴ്സൺ ഭയങ്കര ഫേമസ് ആയ, നല്ലോണം കഴിവുള്ള ഒരാളാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ പേഴ്സണ് ജോലി ഇഷ്ടംപോലെ പണം കൊടുക്കും. ഈ പേഴ്സണ് വിശ്വാസമുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ജോലി ഈ പേഴ്സൻ്റെ തലയിൽ വരും. അങ്ങനത്തെ, അപ്പോൾ ദൂരെയുള്ളവർ പോലും ഈ പേഴ്സണെ അന്വേഷിച്ച് വരും. ഈ കാര്യം മീൻസ് ഇപ്പോൾ ഒരു ആശാരിയാണെങ്കിൽ, നല്ലൊരു ആശാരി ഉണ്ടെങ്കിൽ ഒരു വീട് വെക്കുമ്പോൾ വിശ്വസ്തനായ ഒരു ആശാരി, അപ്പോൾ ആ പണി അറിയുന്നവരെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിന് സമാധാനം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. ആശാരി ആവണമെന്നില്ല, ഞാൻ ആശാരി എന്ന് പറഞ്ഞതാണ്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ,
പെയിൻറ്റർ, എന്ത് ജോലി ആയിക്കോട്ടെ, മനസ്സിലായി. അപ്പോൾ കൂടെ കുറച്ച് പേര് ഉള്ള ഒരാളാണിത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ മറ്റുള്ളവരെ ഈ പേഴ്സൺ ജോലി കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരാളാണ്. ഇപ്പോൾ പെയിൻറ്റർ ആണെങ്കിൽ മെയിനായിട്ടുള്ള ഒരു കോൺട്രാക്ടർ ഉണ്ടാവും, പുള്ളിയുടെ കീഴിൽ പല ആളുകളുണ്ടാവും. അങ്ങനത്തെ ഒരു എനർജിയും കൂടെ അവിടെ കാണുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത്. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് ഈ പേഴ്സണിൻ്റെ ക്യാരക്ടർ വരുന്നത്. വേൾഡ് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, നല്ലോണം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ 10 ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൺ 10 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാം സക്സസ്ഫുൾ ആയ ഒരാളാണ് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പണമുണ്ട്, ഫാമിലി ഉണ്ട്, കുടുംബ പേരുണ്ട്, എല്ലാം ഉള്ള ഒരാളാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് അച്ചീവ് ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു എനർജിയാണ്, യാത്ര ചെയ്യുന്ന എനർജിയാണ് കേട്ടോ. അപ്പോൾ വളരെ സ്ട്രോങ്, എവിടെ വേണമെങ്കിലും പോയിട്ട് ഇപ്പം ചിലപ്പോൾ ഈ പേഴ്സൻ്റെ പ്രശസ്തി കാരണം ചിലപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഈ പേഴ്സൺ, മലയാളികളുള്ളിടത്തെല്ലാം ഈ പേഴ്സണ് ജോലി കിട്ടുന്നുണ്ടാവാം കഴിവ് കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അപ്പോൾ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? ഇവിടെ എന്തോ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ എൻ്റെ ലൈഫിൽ. എന്തോ ഒരു തരത്തിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ആരോ ഈ പേഴ്സൻ്റെ ഉദ്ദേശം ചീത്തയാണ് എന്നൊരു തെറ്റിദ്ധാരണ ആർക്കോ വന്നു. അപ്പോൾ ഈ പേഴ്സൺ കുറച്ച് നാണം കെട്ടു, കുറച്ച് മനസ്സ് വിഷമിച്ചു. പക്ഷേ ഈ പേഴ്സൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആ പ്രശ്നമുണ്ടായി, അതൊരു വലിയ പ്രശ്നമായി, ഭയങ്കരമായ നാണക്കേടുണ്ടായി, വീട്ടിലും നാട്ടിലും ഒക്കെ പ്രശ്നമായ കാര്യമാണ്. പക്ഷേ അപ്പോൾ ഈ പ്രശ്നമുണ്ടാക്കിയ ആൾ ആ പേഴ്സണായിട്ട് ഈ പേഴ്സൺ ഇത് പറഞ്ഞു തീർത്താലേ ആ ഒരു ക്ലാരിറ്റി അവിടെ വരുള്ളൂ, അവർക്കും മനസ്സിലാവണം. പക്ഷേ ഈ പേഴ്സണെ കുറിച്ച് കുറ്റം പറഞ്ഞ ആൾ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇന്ന തെറ്റ് ചെയ്തു, ചിലപ്പോൾ ഈ പേഴ്സൺ പണം കൂടുതൽ വാങ്ങിച്ചു, അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തു, അല്ലെങ്കിൽ ഈ പേഴ്സൺ യൂസ് ചെയ്ത പ്രോഡക്റ്റ് കൊള്ളൂലായിരുന്നു, എങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ പേഴ്സണൽ ലൈഫിൽ വന്നു. അപ്പോൾ ഈ ഒരു തെറ്റ് പറഞ്ഞ ആൾ, അല്ലെങ്കിൽ ഇതൊരു കുറ്റമാക്കി അത് ഒരു പ്രശ്നമാക്കി മാറ്റിയ ആ എനർജി ഉണ്ടല്ലോ, ആ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സണെ ചിലപ്പോൾ പെടുത്തിയതായിരിക്കാം ഈ ഒരു എനർജി, ജസ്റ്റിസ്. ഈ പേഴ്സൺ ഇതൊരു വലിയ കേസായിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ ഇതിനകത്തേക്ക് പെടുത്തിയ ആൾ ഒട്ടും മെച്ചുവേർഡ് അല്ലാത്തൊരു എനർജിയാണ്. അവരെ പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ പേഴ്സണെ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഇതൊരു ലീഗൽ ഇഷ്യൂ ആണിത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷൻ വന്നേക്കുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പ്രലോഭിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ തേർഡ് പാർട്ടി പേഴ്സൻ്റെ മേത്ത് ഒരു കുറ്റം ഏൽപ്പിച്ചതായിരിക്കാം ചെയ്യാത്തൊരു കാര്യത്തിന്. കാരണം ചെയ്യാത്തൊരു കാര്യത്തിനാണ് ഈ പേഴ്സൺ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു കേസായിട്ടുണ്ട്. ചിലപ്പോൾ യാത്ര പോയപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും പ്രശ്നമുണ്ട്, അവിടെ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഈ പേഴ്സൺ പെട്ടുപോയി, അതുകൊണ്ടാണ് ഇത്രയും വലിയ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ വിശ്വസിച്ച ആൾ തന്നെയായിരിക്കും ചതിച്ചത്. അപ്പോൾ ഈ പേഴ്സൺ ഇത് വലിയൊരു പൈസയുടെ ഒരു അത്യാവശ്യമായിട്ടാണ് വരാൻ പോകുന്നത്. വലിയൊരു എമൗണ്ട് കെട്ടിവെക്കാൻ, ഒരു ജാമ്യം കിട്ടണമെങ്കിൽ വലിയൊരു എമൗണ്ട് കെട്ടിവെക്കേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ലീഗൽ ഇഷ്യൂവിൽ പെട്ടുപോയി പേഴ്സൺ. എങ്ങനെ ഇതിൽ ഊരിപ്പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ? ഇപ്പോൾ എന്താണ് ഈ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇഷ്ടംപോലെ പൈസയുള്ള ഒരാളാണ്. അപ്പോൾ ഈ പൈസയുള്ള ആളുടെ മകളാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്? തേർഡ് പാർട്ടിയുടെ മകളായിട്ട് എന്തോ പ്രശ്നമാണോ? മകനുമാവാം. ഓക്കെ,
അപ്പോൾ തേർഡ് പാർട്ടിയുടെ മകളായിട്ട് എന്തോ ഭയങ്കര പണച്ചാക്കായ ഒരാളാണിത്. അപ്പോൾ ജോലിയുടെ ആവശ്യത്തിന് പോയതാണ്, പക്ഷേ ഈ മകളെ ചതിക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങളുടെ പേഴ്സണെ പെടുത്തിയതാണ് ഇവിടെ കേട്ടോ. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു സിറ്റുവേഷനിലാണ്, ചിലപ്പോൾ ജയിലിലായിരിക്കാം, അറിഞ്ഞൂടാ, എനിക്കറിയില്ല, ഇവിടെ കാണിച്ചതാണ്. എന്തായാലും ഈ പേഴ്സൺ സ്വന്തം പേര് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, കാരണം സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത പോലെ. ഹാർട്ട് ബ്രേക്ക് ആണ് കാണിക്കുന്നത്. പേഴ്സൺ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്, കാരണം പുറകെ നിന്ന് കുത്തുകയാണ് ചെയ്തത്. ഭയങ്കര സ്ട്രെസ്സാണ്, ജയിലിലായിരിക്കാൻ വഴിയുണ്ട്. 10 ഓഫ് സ്വേർഡ്സ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതൊരു ഡബിൾ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ പെടുത്തിയേക്കുന്നത്. ഒരു കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഒരു ഡബിൾ എനർജിയാണത്. ഡബിൾ എനർജി എന്ന് പറഞ്ഞാൽ ടെംപ്റ്റ് ചെയ്തിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കുക. ചിലരെ പ്രലോഭനത്തിൽ വീഴും, ചിലർ പ്രലോഭനത്തിൽ വീഴില്ല. അപ്പോൾ ഈ പ്രലോഭിപ്പിക്കുന്ന ആൾക്ക് തോൽവി സമ്മതിക്കാൻ പറ്റില്ല, ഡബിൾ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അവരാരെയാണോ പ്രലോഭിപ്പിക്കുന്നത് അവരെ വീഴുന്നില്ലെങ്കിൽ അവരോട് പ്രതികാരമായിട്ട് തോന്നും. അതല്ലെങ്കിൽ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാലും സ്ഥിതി ഇത് തന്നെയാണ്, ഉപേക്ഷിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ഈ തേർഡ് പാർട്ടി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാക്സിമം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്, പല വഴിക്ക് നോക്കുന്നുണ്ട്. പക്ഷെ പലരുടെയും സഹായം അത്യാവശ്യമാണ്. അപ്പം നിങ്ങളിപ്പോൾ പേഴ്സണെ വിശ്വസിക്കുന്നില്ല, ഈ കേട്ട കാര്യങ്ങൾ സത്യമാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം നുണയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കുക, ആ പേഴ്സൺ പറയുന്നത് വിശ്വസിക്കുക. കാരണം ആരുമില്ലാത്തൊരു സ്ഥിതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. സ്ട്രോങ് ആയ സോഡിയാക് സൈൻ കാപ്രിക്കോൺ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പുറകിൽ നിന്ന് കുത്തിയതായിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര സ്ട്രെസ്സാണ് പേഴ്സൺ, ആരുമില്ല സഹായിക്കാൻ. ഒരു ആക്ഷൻ എന്ത് ചെയ്തിട്ടും അത് വിഫലമായിട്ട് പോകുന്നു. പണ്ടുള്ള ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ടും അവരും സഹായിക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പൈസ കൊടുക്കേണ്ടി വരും ഇവിടെ നിന്ന് ഒഴിയണമെങ്കിൽ, ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ പൈസ കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ അടുത്ത് നല്ലൊരു എമൗണ്ട് ഒഴിഞ്ഞു പോകും ഇപ്പോൾ, മനസ്സിലായി? ഇതൊരു വലിയൊരു ബേർഡനാണിത്, ഒരു എക്സ്ട്രാ റിസ്ക്. പലരുടെ നിന്ന് കടമൊക്കെ എടുത്തിട്ട് വേണം ഇത്, പ്രാർത്ഥന വേണം. പിന്നെ യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ്. അപ്പം നിങ്ങൾ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. ഇന്നത്തെ കാലത്ത് കണ്ണിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. AI ഉള്ള കാലമാണ്. പിന്നെ എന്തും നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു സ്ത്രീയുടെ ചെവിയിൽ നിന്ന് പാമ്പ് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഇവിടെ എല്ലാം പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഞാനെല്ലാം കണ്ടതാണത്. അപ്പോൾ പിന്നെ പറഞ്ഞു അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല, ഒരു പാമ്പ് ഒരാളുടെ ചെവിയിൽ എങ്ങനെയാണ് കയറിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെ ആ വീഡിയോ പിടിച്ചു എന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ കാണുന്നത് പോലും നമ്മുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ദൈവത്തിനെ വിളിക്കുക, ദൈവം സഹായിക്കും, മനസ്സിലായി? അല്ലാതെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? അപ്പോൾ നമ്മുടെ കോടതി പോലും ഒരാൾ തെറ്റുകാരനാണെന്ന് പ്രൂവ് ചെയ്യാത്ത അത്രയും കാലം ആ പേഴ്സൺ ഇന്നസെൻ്റ് ആണ്, നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾക്ക് ശരിക്കുള്ള പ്രൂഫ് കിട്ടാതെ കേട്ടുകേൾവിയൊന്നും സത്യമാവണമെന്നില്ല. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളെ സഹായിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഈ പേഴ്സണെ. കാരണം ഈ പേഴ്സൺ ചെയ്യാത്ത കാര്യത്തിനാണ് ഇവിടെ അനുഭവിക്കുന്നത്. തേർഡ് പാർട്ടി കാരണമാണത്. അവർ വിചാരിച്ച കാര്യം നടക്കാതിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സഹായം ഈ പേഴ്സണ് കൊടുക്കുക, എന്നാൽ ഈ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യുള്ളൂ. പേഴ്സൺ സ്റ്റക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ വിശ്വസിക്കുന്നവർ പോലും അവിശ്വസിക്കുമ്പോൾ അത് ഭയങ്കര ഒരു തലവേദന. അതുകൊണ്ടാണ് ഭയങ്കര പ്രാരാബ്ധമായിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു കർമ്മഫലമായിരിക്കാം എന്തായാലും. അപ്പോൾ അതിനൊരു എന്താ പറയുക, കർമ്മഫലമാണെങ്കിലും നമ്മളുടെ മുമ്പിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ കർമ്മഫലം അനുഭവിക്കുമ്പോൾ നമ്മളെ എന്തിനാണ് അത് കാണിക്കുന്നത്? നമ്മൾ സഹായിക്കാനായിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അനുഭവിച്ചു, പുള്ളിയുടെ കാലം കഴിഞ്ഞു, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട.
പക്ഷേ ഇത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ക്യാൻസർ, സ്കോർപിയോ, ക്യാൻസർ, ലിയോ, Virgo, Pisces, Capricorn, Libra, Taurus, Leo, Aquarius, Scorpio, ഓക്കെ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ അടുത്ത ലാസ്റ്റ് റീഡിങ്ങിലേക്ക് പോവുകയാണ്. അവസാനത്തെ കാർഡ് സെലക്ട്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് ഭഗവാനെ. ഓം നമ ശിവായ. ഇത് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് കേട്ടോ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണിത് ഭഗവാനെ. ഭഗവാനെ ഓറക്കിൾ മെസ്സേജ് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. സാക്രിഫൈസ്. ഓക്കെ, ഈ കാർഡ്സ് വീഴോ നോക്കാം. ഓക്കെ, ഇത്രയും കാർഡ്സ് ആണ് വീണത്. ആ കാർഡ്സ് എല്ലാം വീഴേണ്ടതാണ്, കണക്റ്റഡ് ആണ് കാർഡ്സ് എല്ലാം. റൈറ്റ്. അപ്പോൾ 5 കാർഡാണ് വീണേക്കുന്നത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിൽ ഒരു കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട്. ആവശ്യമില്ലാതെ പൊട്ടിത്തെറിക്കരുത്. ഒരു കാര്യം കാള പറ്റുന്ന കേൾക്കുമ്പോൾ കയറെടുക്കാൻ നിൽക്കരുത്. അതൊക്കെയാണ് പറയുന്നത്. കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുക, പ്രതികരിക്കുക. രണ്ടാമത്തെ കാർഡ് പറയുന്നത് കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാം മറ്റുള്ളവർ ചെയ്താണ്, ദൈവം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു അവലോകനം ചെയ്യുക, സത്യസന്ധമായ അവലോകനം. എന്നിട്ട് ആ തെറ്റുകൾ മനസ്സിലാക്കി ആ തെറ്റുകളെ തിരുത്താൻ ശ്രമിക്കുക. അത് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ടാണ് നടക്കാത്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്കറിയാം. നമ്മളുടെ ഉള്ളിൽ നിന്ന് പറയും അത് ചെയ്യരുത് എന്ന് പറയും. ഇപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുക, എന്താ പറയുക, അല്ലെങ്കിൽ പരദൂഷണം പറയുക, ഒരാളുടെ തെറ്റ് മറ്റുള്ളവരോട് ഏറ്റു പറയുക, ഒരാളെ പരസ്യമായിട്ട് ചീത്ത പറയുക, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയും വേണ്ട 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 എന്ന് പറയും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ തെറ്റാണ്, മനസ്സിലായി? അപ്പോൾ അതും കൂടി ഇതിനകത്ത് വരും. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ വരുന്നത് സാക്രിഫൈസ്, ത്യജിക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഏതോ ഒരു കാര്യം നിങ്ങളെയും പതുക്കെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും അത് വേദന കൊടുക്കുന്നുണ്ട്. ആ സാധനം നിങ്ങൾ വേണ്ടാന്ന് വെക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ജസ്റ്റിസ് ആണ്. ഒന്നല്ലെങ്കിൽ സത്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ന്യായത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു റിബലായിരിക്കാം. റിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ഒരു എനർജി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പെരുമാറുന്ന, എന്താ പറയുക, കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജി ആവാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പട്ടാളത്തിലോ പോലീസിലോ കോർട്ടിലോ ഒക്കെ ജോലിയുള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ലീബ്ര സോഡിയാക് സൈൻ ആണ്. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിവോഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് സത്യം അറിയണമെന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കാം. സ്ട്രെങ്ത് കാർഡ്, ലിയോ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നുള്ളത് 2 of Wands. ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു ചോയ്സ് എടുക്കാൻ നിൽക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ ചോയ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ വേണം.
ഒരു 2 സാധനമുണ്ട്. ഇതിലേതാണ് ബെസ്റ്റ്? വേണമെങ്കിൽ നമുക്ക് 1, 2, 3 വേണം എടുക്കാം. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരാളല്ല. എല്ലാം ശരിക്കും പഠിച്ച് അതിനെല്ലാം എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്ത്, എന്താണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ്, എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്, ഇതെല്ലാം കണ്ടിട്ട് ഒരു തീരുമാനമെടുക്കുന്ന എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ, ഈ കാർഡ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിംഹത്തിൻ്റെ കാർഡാണ്. ലിയോ സോഡിയാക് സൈൻ, അതുകൊണ്ടാണ് സിംഹം കാണിക്കുന്നത്. ഒരു റോസപ്പ് കടിച്ച് പിടിച്ചിരിക്കുന്ന ഒരു സിംഹമാണിത്. പക്ഷേ ഈ സിംഹമാണിത് അല്ലേ? സിംഹം എന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് ആനിമലാണ്. നമ്മൾ എത്രയൊക്കെ ഇതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ നോക്കിയാലും ഇത് അറ്റ് ദ എൻഡ് ഇതൊരു വൈൽഡ് ആനിമലാണ്. ഇവൻ എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ഇവൻ നമുക്ക് റോസപ്പൂ തന്നാലും ഇവൻ നാളെ നമ്മളെ കൊല്ലില്ല നമ്മൾ എങ്ങനെ അറിയും? ഇപ്പോൾ റോസപ്പൂ തരുന്നുണ്ട് അല്ലേ? ആ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ശ്രദ്ധിക്കുന്നത്. കാരണം ഇതിനൊരു ചോയ്സ് എടുക്കണം. അപ്പോൾ ഈ പേഴ്സണ് ഈ സ്ട്രെങ്ത് കാർഡിന് അങ്ങനെ സോഡിയാക് സൈനിനെ അവരാവണം എന്നില്ല കേട്ടോ, വേറെ ആരെങ്കിലും ആവാം. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്താൽ നാളെ ഇതൊരു പണിയാകുമോ എന്നൊരു സംശയം നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. ലിയോ, ലീബ്ര സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഭഗവാനെ, ഡബിൾ എനർജി കണ്ടു. എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം എന്താണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ലീബ്ര സോഡിയാക് സൈൻ, അവരുടെ എന്താ പറയുക, അവരുടെ എല്ലാവർക്കും നെഗറ്റീവ് ക്വാളിറ്റീസും പോസിറ്റീവ് ക്വാളിറ്റീസും ഉണ്ട്. അപ്പോൾ അവരുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് എല്ലാം മറച്ചു വെച്ചിട്ട് വളരെയധികം നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കൂടെ ആ എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എന്താണ്? അമ്മ വലിച്ചെറിഞ്ഞു. ഇതാരാണ് വലിച്ചെറിഞ്ഞ് സ്കാറ്റർ ചെയ്ത് കണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ചാലഞ്ചസ് ഏറ്റെടുക്കുന്ന ഒരാളാണ്. ആരെങ്കിലും ഒരു കാര്യം ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് അത് ഞാൻ ചെയ്യും എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ ആരെങ്കിലും പുഷ് ചെയ്താൽ, നമ്മളിപ്പം എന്താ പറയുക, ആൾക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പവറുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അതുപോലെ ആ പേഴ്സൺ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു എനർജിയാണ്. ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിവുള്ള, ഒരു തീരുമാനം എടുക്കാൻ കഴിവുള്ള എനർജിയാണ്. ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നവർക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ പേഴ്സൺ എന്ത് വില കൊടുത്തും സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു എനർജിയും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ ഈ പേഴ്സണ് മറ്റുള്ളവരെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും, ലോകം മുഴുവൻ ഈ പേഴ്സൺ എതിരാണെങ്കിലും ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണിത്. ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ ഈ പേഴ്സൺ പിന്മാറാൻ റെഡിയല്ല. ചിലപ്പോൾ ഈ പേഴ്സണിന് കഴിവിനപ്പുറമായിരിക്കാം, പക്ഷെ എന്നാലും ഒരു ചാലഞ്ച് ഒരിക്കലും ഈ പേഴ്സൺ വിടില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. വിശ്വാസങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു എനർജിയാണത്. ഇത് 8 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്, പിന്നെ എംപറർ കാണിക്കുന്നുണ്ട്. എംപറർ എന്ന് പറഞ്ഞാൽ ഏരീസ് സോഡിയാക് സൈൻ ആണ്. ഒരു ചക്രവർത്തി എങ്ങനെയാണ്? ചക്രവർത്തി എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ നോക്കും അല്ലേ? ചക്രവർത്തി എന്താണ്? എല്ലാത്തിനെയും പിടിച്ചടക്കി സ്വന്തം കാൽ കീഴിൽ കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ചക്രവർത്തി. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്, രാജാവിനും ഉയർന്ന ഒരാളാണ് ചക്രവർത്തി. അതാണ് ഈ പേഴ്സൻ്റെ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ സ്വന്തം അച്ഛനായിരിക്കാം ഈ പേഴ്സണെ റെസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾ, ആരോ ഒരാൾ ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിശ്വാസങ്ങളിലേക്ക് ഈ പേഴ്സണെ വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രായമുള്ള ഒരാൾ നിങ്ങളുടെ പേഴ്സണെ അവരുടെ വിശ്വാസങ്ങൾ കൊണ്ടുകൊടുക്കാനും അവരുടെ ഒക്കെ പോലെ ജീവിക്കാനും നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്, ട്രാപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏരീസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി, ഇത് തേർഡ് പാർട്ടി ആണോ? ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്, നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ
നിങ്ങളുടെ പേഴ്സൺ ഫിയർലെസ് ആണ്, പേടിയില്ലാത്ത ഒരു എനർജിയാണ്, എന്തിനും പോയി എടുത്ത് ചാടും, അതൊരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി വരുമ്പോൾ ഈ പേഴ്സൺ കുറേ യാത്ര ചെയ്യേണ്ടി വരും. ഈ പേഴ്സൺ ഒരു നൈറ്റാണ്, നൈറ്റ് ഓഫ് വാൻസ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു പ്ലെയർ എനർജിയാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി പ്ലെയർ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ്. വളരെ പാഷനറ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. എല്ലാത്തിനെയും വളരെ അഡ്വെഞ്ചറസ് ആയിട്ടാണ് കാണുന്നത്, അഡ്വെഞ്ചർ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്, ഒരു ചാലഞ്ച് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഒരു ചാലഞ്ച് ആയിരുന്നോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ? നിങ്ങളെയും തേർഡ് പാർട്ടിയെയും ഇതിൽ ആരെങ്കിലുമാണ് നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഡിസെപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഭയങ്കര മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡിക്ഷണറി ഒന്ന് നോക്കണേ പ്ലീസ്. മോറൽ വാല്യൂസിനൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു എനർജിയാണ് ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ജ്ഞാനമുള്ള, പക്ഷെ എന്നാലും മോറൽ വാല്യൂ നമ്മൾ പറയുന്നതൊന്നും നമ്മൾ പ്രവർത്തിക്കുന്നതൊന്നും അതുമാകാം അല്ലേ. അപ്പോൾ ഈ തേർഡ് പാർട്ടി വന്നേക്കുന്നത്, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഐഡിയൽ ഉള്ള ഒരാളാണ്. വെച്ചാൽ വളരെ ഓരോ വിശ്വാസങ്ങളുള്ള ഒരാളാണ്, സ്വന്തമായിട്ട് വിശ്വാസമുള്ള ഒരാളാണ്, മറ്റുള്ളവർ തെളിക്കുന്ന വഴിയെ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഈ തേർഡ് പാർട്ടി. പക്ഷേ ഒരു ഡിസെപ്ഷനാണ് തേർഡ് പാർട്ടി. ഈ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന തേർഡ് പാർട്ടി പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ്. തേർഡ് പാർട്ടി പക്ഷേ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. തേർഡ് പാർട്ടി മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളാണ് തേർഡ് പാർട്ടി. അതാണ് ഇവിടെ ഡിസെപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി ഒരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവരൊരു മീറ്റിങ്ങിന് പോയപ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ പോയപ്പോഴൊക്കെ മീറ്റ് ചെയ്ത ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്ന ഒരു എനർജി ആവാം തേർഡ് പാർട്ടി. അപ്പം നിങ്ങളുടെ പേഴ്സണെ കുറേ പുകഴ്ത്തുകയും പേഴ്സണിന് ഐഡിയോളജിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കും ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി പലതും ചെയ്യണം എന്നൊക്കെ ഡയലോഗ് കേട്ടപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വീണ് പോയതായിരിക്കാം തേർഡ് പാർട്ടി കണക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. തേർഡ് പാർട്ടി ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ, ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിരിക്കാം, ഇവർ ചാരിറ്റി ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ സമരം ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, ഇന്ന ആളുടെ സിറ്റുവേഷൻ ഇങ്ങനെ പ്രശ്നമാണ്, അപ്പോൾ സമരം ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ യാത്രയൊക്കെ ഒപ്പമാണ്. പല സ്ഥലത്ത് വെച്ച് അവർക്ക് മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇഷ്ടംപോലെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തേർഡ് പാർട്ടി കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലെ നരകയാതനകളെ കുറിച്ച് പറയുന്നത്, ഞാനും ഇതൊക്കെ അനുഭവിച്ചതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്കിതിലൊക്കെ വിശ്വാസം, അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ തേർഡ് പാർട്ടി പറയുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണ് വിശ്വാസമാണ്, അവിടെയാണ് പ്രശ്നം. മറ്റുള്ളവർ നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ എവിടെയാണ് ചെല്ലുന്നത് അവിടെ അത് തപ്പിപ്പിടിച്ച് ചെല്ലുകയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നില്ല. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര വിശ്വാസം. തേർഡ് പാർട്ടി ഭയങ്കര കണ്ണിങ് ആണ് കേട്ടോ. അവർ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് കയറാൻ നോക്കുകയാണ്, നിങ്ങളെ തട്ടി മാറ്റിയിട്ട്. അപ്പോൾ അത്ര ഭയങ്കര കണ്ണിങ് ഒരു എനർജിയാണ്. ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു ചില സമയത്ത് നമുക്ക് എന്താ പറയുക, ഇത് ആരാധന പോലുമല്ല. ഒരു ആളെ വലിയ പവർഫുള്ളായ ചിലർ ഈ ഭീകരമായ ജീവികളെയൊക്കെ വളർത്തുന്നവരുണ്ട്. സിംഹത്തിനെ, പാമ്പുകളെ, വലിയ ബോവ കൺസ്ട്രക്ടർ എന്നൊക്കെ പറയും, മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളെയൊക്കെ വളർത്തുന്നവരുണ്ട്. അത് അവരുടെ ഒരു കൺട്രോളാണ്. അത്രയും പവർഫുള്ളായ ഒരു സാധനത്തിന് ഞാൻ കൺട്രോൾ ചെയ്യും. ഈ വലിയ വലിയ പവർഫുള്ളായ മെഷീൻസ് ഓടിക്കുന്നവരും ആ ഒരു പവർ കൺട്രോളിൽ നോക്കുന്നവരാണ്.
എന്നുവെച്ചാൽ ഇത്രയും വലിയൊരു വണ്ടി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജീവിയെ ഞാൻ കൺട്രോൾ ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ പേഴ്സൺ അത്രയും വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ കേൾക്കും, ആ പേഴ്സൺ അനുസരിക്കും. അതാണ് അവിടെ. അവിടെ സപ്പോർട്ടല്ല, അവിടെ സ്നേഹമല്ല, അവിടെ നിങ്ങളുടെ പേഴ്സണെ ഈ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കേട്ടിട്ട് അത് അനുസരിക്കണം. ആ ഒരു ചിന്തയാണ് അപ്പം നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാനാണ് ഇപ്പോൾ തേർഡ് പാർട്ടി നോക്കുന്നത്. കുറച്ച് സൈക്കോ എനിക്ക് തോന്നാറ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന എനർജീസ് കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള എനർജീസ് ആയിരിക്കാം. അവർ കുറേ അഭിനയിക്കും എന്നുവെച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഉദ്ദേശം എന്താണ്? നമ്മൾ അവരാൽ കൺട്രോൾ ചെയ്യപ്പെടണം. അവർക്ക് കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിന് സമാധാനമുള്ളൂ. അങ്ങനത്തെ എനർജീസാണ് അവർ. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്ന് കയറിയിട്ടുള്ളത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാകുന്നില്ല. സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട് ഇവിടെ, വേറെ സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചിട്ട് ഇത് സ്കോർപ്പിയോ ആണ് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ ഇല്ലാതാക്കാൻ വല്ല നോട്ടം ഉണ്ടോ ഈ തേർഡ് പാർട്ടിക്ക്? അതും പറയാൻ പറ്റില്ല. ഇവിടെ സ്പൈ ചെയ്യുന്നതും ഡെത്ത് കാർഡും കാണിക്കുന്നുണ്ട്. കൂടുതൽ അടുത്തിട്ട് ഇല്ലാതാക്കാനാണോ എന്നൊരു അറിയില്ല. എന്തായാലും ഓക്കെ, എങ്ങോട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ സിറ്റുവേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു 2 ഓഫ് കപ്സിലേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിലേക്ക് എന്താ കിനിഞ്ഞിറങ്ങുക എന്നൊക്കെ പറയില്ലേ, പതുക്കെ 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 ഇറങ്ങിയിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അപ്പോൾ പേഴ്സണ് തോന്നണം തേർഡ് പാർട്ടിയും ആണ് നിങ്ങളുടെ പേഴ്സണ് ബെസ്റ്റ് ചോയ്സ് എന്ന്. അതിന് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ 2 ഓഫ് കപ്സ് കാണിക്കുമ്പോൾ 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ മാത്രമേ കണക്ഷൻ ഉള്ളൂ. ഇവർക്ക് വേറെ ആരും വേണ്ട, ചുറ്റുമുള്ള ഫാമിലി വേണ്ട, ഈ ഗ്രൂപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഇവർ തമ്മിലുള്ള ഒരു ലോകമാണ് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ബ്ലാക്ക് മാജിക്കും ട്രൈ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. ഇവർ ഭയങ്കര കൺട്രോളിങ് എനർജിയാണ്. ഈ ഹെറോഫാൻഡ് എന്ന് പറയുമ്പോൾ, ഹെറോഫാൻഡ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു അധിപനാണ്, മതത്തിൻ്റെ അധിപനായിട്ടാണ്, പോപ്പായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഞാനിത് പോപ്പായിട്ട് കാണാറില്ല. ഇതൊരു കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ്. കാരണം ഇതിന് മുമ്പിൽ, ഈ പേഴ്സണിൻ്റെ മുമ്പിൽ 2 പേര് തലകുനിച്ച് നിൽക്കുന്ന കണ്ടോ. ഇതൊരു ഇംഗ്ലീഷ് ഇതായത് കൊണ്ടാണ് ഇത് പോപ്പായിട്ട് പറയുന്നത്. ഇത് പോപ്പല്ല കണ്ടോ, 2 പേര് തലകുനിച്ച് നിൽക്കുന്നത് കണ്ടോ. അത് ഈ പോപ്പിന് ഒരു അഹങ്കാരമാണ്. ശരി, പോപ്പല്ല, ഈ പേഴ്സൺ ഒരു അഹങ്കാരമാണ്. ഇത് ഒരു മതത്തിലും പെട്ട ആളല്ല. പക്ഷേ ഈ പേഴ്സണ് സർവാധിപനായിട്ട് കാണിക്കുകയാണ്. എല്ലാത്തിനെയും എനിക്ക് കൺട്രോൾ ചെയ്യണം. ആ ഒരു കൺട്രോളാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണം. കാരണം നമ്മളിവിടെ ഒരു 2 ഓഫ് വാൻസ് കണ്ടു. ആ 2 വാൻസ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണം. അതിനു വേണ്ടി തേർഡ് പാർട്ടി ആവണം നിങ്ങളുടെ പേഴ്സണൽ ലോകം. ഈ തേർഡ് പാർട്ടി ഒരു സ്നേക്കാണ്, മനസ്സിലായോ? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമൊന്നുമില്ല. പക്ഷേ അഭിനയിച്ച് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൺട്രോളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തേർഡ് പാർട്ടിയുടെ മനസ്സിലുള്ളത് കേട്ടോ. ഇവിടെ കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസുമാണ്. അപ്പോൾ കിങ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ഒരു മാരീഡ് എനർജിയാണ്. അവർക്ക് ഭർത്താവോ ഭാര്യയോ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ അധീനതയിൽ കൊണ്ടുവരുന്നത് ഈ പേഴ്സണിൽ നിന്ന് എന്തോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡെവിൾ എനർജിയാണ് ഈ തേർഡ് പാർട്ടി കേട്ടോ. അപ്പം സമയമാകാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ ഇവർ ഉപദ്രവിക്കാത്തത്. ഇവരവസാനം ഉപദ്രവിക്കും നിങ്ങളുടെ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഇവരിലേക്ക് കൊണ്ടുപോയിട്ട് പേഴ്സണൽ സീക്രറ്റ്സ് കുറേ ഒളിപ്പിക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടി. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി അവർ സിംഗിൾ ആണെന്നായിരിക്കാം പറഞ്ഞേക്കുന്നത്. എന്തായാലും അവരുടെ ഉദ്ദേശം നല്ലതല്ല. അതാണ് കാപ്രിക്കോൺ, ടോറസ്, ക്യാൻസർ, ടോറസ്, ഈ ഒരു രാജ്യത്ത് അവിടെ സ്കോർപ്പിയോ, ഒരു രാജ്യത്ത് അവിടെ നല്ലൊരു എന്താ പറയുക പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെർഗോ, പൈസസ്, ജെമിനായി എന്ന് പറയാം കേട്ടോ.
ഏരീസ്, ലിയോ, ലീബ്ര, ഇത്രയും പേരാണുള്ളത്. അപ്പോൾ ഇതോടെ റീഡിങ് തീരണേ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു രാജ്യത്ത് അവിടെ നല്ലൊരു പവർ വരണം, നല്ലൊരു പ്രധാനമന്ത്രിയോ രാജാവോ വരണം എന്ന് വെച്ചിട്ട് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പം പവറിലുള്ള ആളെ ഇറക്കിയിട്ട് വേറൊരാളെ കയറ്റും. അപ്പോൾ അയാൾ പക്ഷേ ഈ അത്ര കഴിവില്ലാത്ത ഒരാളാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര പൈസയുള്ള ഒരു സ്ത്രീ, അവർ വേറൊരാളുടെ ഭാര്യയാണ്, പക്ഷെ അയാളെ ഉപേക്ഷിപ്പിച്ചിട്ട് ഇയാളുടെ കൂടെ ചേർത്ത് നിർത്തും. അപ്പോൾ ശരിക്കും ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത്, ഇവരാരാണോ പറഞ്ഞു വിട്ടേക്കുന്നത് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ മന്ത്രിയെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല. ഈ പേഴ്സൺ ശരിക്കും ഒരു പാവയാണ്. അവരുടെ കയ്യിലും അവരുടെ പുറകിലുള്ള പവർഫുള്ളായ ആളുകളുടെ കയ്യിലും ഒരു പാവ മാത്രമാണ് ഈ പേഴ്സൺ. പക്ഷെ അതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. എന്തായാലും ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ച് നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.